SSLC മലയാളം റിവിഷൻ പാർട്ട് 12 അത്രയും നമ്മൾ റിവിഷൻ നടത്തി കഴിഞ്ഞു. പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ഉപന്യാസ ചോദ്യമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. മാനവ പുരോഗതിയിൽ ശാസ്ത്രത്തിൻ്റെ സ്വാധീനം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ 7 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നാൽ. നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാനവ പുരോഗതിയിൽ ശാസ്ത്രത്തിൻ്റെ സ്വാധീനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. മനുഷ്യൻ്റെ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹവും പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയുമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ അടിസ്ഥാനം. ഇരുണ്ട ഗുഹകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ ലോകത്തേക്കും അവിടെ നിന്ന് നക്ഷത്ര ലോകങ്ങളിലേക്കും മനുഷ്യൻ നടത്തിയ പ്രയാണം ശാസ്ത്രം നൽകിയ ചിറകുകളിലേറ്റിയായിരുന്നു. മനുഷ്യരാശിയുടെ ഓരോ ചുവടുവെപ്പിലും ശാസ്ത്രം ചെലുത്തുന്ന സ്വാധീനം വിസ്മയകരമാണ്. ശാസ്ത്രം പ്രപഞ്ച വിജയത്തിൻ്റെ കടിഞ്ഞാൺ. ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സുനിത വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും വിജയം ശാസ്ത്രം കൈവരിച്ച ഔന്നത്യത്തെയാണ് കാണിക്കുന്നത്. ശാസ്ത്രത്തെ ഒരു വേഗമേറിയ കുതിരയായും മനുഷ്യനെ അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്നവനുമായുമാണ് പ്രയാണം എന്ന കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ മനുഷ്യൻ നടത്തുന്ന ഈ കുതിപ്പ് കാലത്തെയും ദൂരത്തെയും കീഴടക്കിയിരിക്കുന്നു. ഈ സൃഷ്ടിശക്തികൾക്ക് ഒരിക്കലും മരണമില്ലെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യരംഗത്തെ വിപ്ലവം. ക്യാൻസറിനെതിരെ റഷ്യ വികസിപ്പിച്ച വാക്സിൻ, മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ച ബ്രെയിൻ ചിപ്പ് എന്നിവ ശാസ്ത്രം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന ആശ്വാസകരമായ മാറ്റങ്ങളാണ്. പഴയകാലത്ത് അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങി നരബലി പോലുള്ള ക്രൂരതകൾക്ക് വിധേയമായിരുന്ന മനുഷ്യൻ ഇന്ന് ശാസ്ത്രീയ യുക്തിയിലൂടെ രോഗങ്ങളെയും ശാരീരിക പരിമിതികളെയും മറികടക്കുന്നു. ശാസ്ത്രം വെറുമൊരു അറിവല്ല, മറിച്ച് മനുഷ്യജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉപാധിയാണെന്ന് മാതൃഭാഷ എന്ന പാഠഭാഗം സൂചിപ്പിക്കുന്നു. പുതിയ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു സമൂഹം ആഗോളതലത്തിൽ ഉന്നതിയിലെത്തുകയുള്ളൂ. സാമൂഹിക പുരോഗതിയും വെല്ലുവിളികളും. ശാസ്ത്രം മനുഷ്യൻ്റെ ഉള്ളിൽ രക്തസഞ്ചാരം പോലെ ഒഴുകേണ്ട ഒന്നാണ്. ഇത് അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാനും മനുഷ്യരെ കൂടുതൽ ചിന്താശേഷിയുള്ളവരാക്കാനും സഹായിക്കുന്നു. എന്നാൽ ശാസ്ത്രം കേവലം ഒരു കച്ചവട വസ്തുവായി മാറുമ്പോൾ അതിലൂടെ ലഭിക്കേണ്ട സംസ്കാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ നേട്ടങ്ങൾ ലോകം ആഹ്ലാദപൂർവ്വം വരവേൽക്കുമ്പോഴും അവ മാനവികതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഉപയോഗപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ശാസ്ത്രത്തിൻ്റെ കരുത്തുമായി ചേരുമ്പോൾ അസാധ്യമായതൊന്നുമില്ലെന്ന് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നു. ശാസ്ത്രം നൽകുന്ന വെളിച്ചത്തിലൂടെ മാത്രമേ അന്ധകാരത്തിൽ നിന്ന് മോചനം നേടി മുന്നേറാൻ സാധിക്കൂ. ശാസ്ത്രം മനുഷ്യൻ്റെ ഭാവനയ്ക്കും വളർച്ചയ്ക്കും നൽകുന്ന അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ചിൽഡ്രൻ.